ഗൈസ്, ഓസ്ട്രേലിയൻ മല്ലൂർ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു റിവ്യൂ ആണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഓസ്ട്രേലിയയിൽ ഒരുമാതിരിപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വണ്ടിയാണ് പ്രാഡോ, ലാൻഡ് ക്രൂയിസർ പ്രാഡോ, നമ്മുടെ ടയോട്ടയുടെ. അപ്പോൾ എൻ്റെ വണ്ടി അത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള നിരവധി മലയാളി സുഹൃത്തുക്കൾക്ക് ഈ പ്രാഡോ വണ്ടിയുണ്ട്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പുതിയ വണ്ടി, കിടക്കുന്ന പുതിയൊരു വണ്ടി പ്രാഡോ ഇപ്പം ബ്രാൻഡ് ന്യൂ എടുത്താണ്. അപ്പം അതിൻ്റെ കുറച്ച് റിവ്യൂസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. ഗൈസ്, അപ്പം ഇവർ രണ്ടുപേരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. നമുക്കറിയാം, എനിക്കങ്ങനെ വണ്ടിയെക്കുറിച്ച് അങ്ങനെ വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പം ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളത് ലൂക്കാണ്, അതുപോലെ തന്നെ നമ്മുടെ ഷാജിയുണ്ട്. അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി അങ്ങനെ പ്രാഡോ ഫസ്റ്റ് ടൈം അല്ലേ? ലൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രാമത്തെ വണ്ടിയാ? എണ്ണം കിട്ടത്തില്ല. രണ്ടാമത്തെ പ്രാഡോയാണ് അല്ലേ? അപ്പോൾ ലൂക്കിനെ നിങ്ങൾക്ക് അറിയാം, എൻ്റെ പല വീഡിയോക്കകത്തും ലൂക്കുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സ്വന്തം വണ്ടി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം ലൂക്ക് നമ്മളോട് പറയും. അപ്പോൾ ലൂക്ക്, ഇതിൻ്റെ മോഡൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു. ആധികാരികമായിട്ട് പറയാൻ വേണ്ടി എനിക്കും അറിയത്തില്ല, പക്ഷേ അറിയാവുന്നത് പറയാം. സോഞ്ചേട്ടൻ്റെ 120 സീരീസ് പ്രാഡോയാണ്. അത് ഡീസലാണ്, അത് പെട്രോളിലും വന്നായിരുന്നു. സോഞ്ചേട്ടൻ്റെ 3 ലിറ്റർ ഡീസൽ. എൻ്റെത് 2020 മോഡലാണ്. ഇതും 150 ആണ്. പുതിയത് വന്നപ്പോഴത്തേക്കും ഈ ഷാച്ചേട്ടൻ്റെ വണ്ടി എന്ന് പറയുന്നത് 250 ആണ്. പഴയത് 120, 150, 250. 120 സീരീസ് ആണ്ടൊരു 7 വർഷത്തോളമാണ് ഉണ്ടായിരുന്നതെന്നാണ്. അതായത് എൻ്റെ വണ്ടി? അതെ. ഇതിനു മുമ്പേ ഒരു 90 സീരീസ് ഉണ്ടായിരുന്നു. അതും ഒരു 7 വർഷം 8 വർഷത്തോളമായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ ബോക്സി ടൈപ്പ്. യെസ്. അത് കഴിഞ്ഞുള്ളത് ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് നിന്നിട്ടുള്ള മോഡൽ 150. ഇതിന് പല വേരിയൻസ് ഉണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു 15 വർഷത്തോളം ടൊയോട്ട കൊണ്ടുനടന്ന ഒരു മോഡലാണ്. പല എൻജിൻ വേരിയൻറ്റിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും പുതിയ റിലീസായിട്ടുള്ളത് 250. കംപ്ലീറ്റ്ലി പുതിയ ചേസ്, ഫ്രെയിം, ലുക്ക് എല്ലാം ഡിഫറെൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളത്, എന്താണ് ഒരു കമ്പാരിസൺ നമ്മൾ പറയുമ്പോഴത്തേക്കും എന്താണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്നൊന്ന് പറയാമോ? കമ്പാരിസൺ പറയുമ്പോഴത്തേക്കും എൻജിൻ സൈസിൽ അതായത് 150 ആയിട്ട് എക്സാക്ട്ലി ഓൾമോസ്റ്റ് സിമിലർ എൻജിനാണ്. ടോർക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. പക്ഷേ ഫ്രെയിം ഡിഫറെൻ്റ് ആണ്. വണ്ടിയുടെ കംഫർട്ട് വ്യത്യാസമുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. വണ്ടിയുടെ എന്നാ പറയുന്നത്, ഫെസിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ഒബിയസ്ലി പ്രൈസും ഡിഫറെൻ്റ് ആണ്. പ്രൈസ് പോയിൻ്റ് ഡിഫറെൻ്റ് ആണ്. മെയിനായിട്ടുള്ള എല്ലാവരുടെയും പ്രാക്ടിക്കാലിറ്റി ബേസിൽ വരുമ്പം പണ്ടത്തെ സ്വിംഗ് ഡോർ പോയിട്ട് ഇപ്പം ലിഫ്റ്റ് ഗേറ്റായി. അകത്തെ സ്പേസ് കൂടി, അകത്തെ സ്പേസ് കൂടുതലുണ്ടല്ലേ? അകത്തെ സ്പേസ് കൂടുതലുണ്ട്. ഒബിയസ് ആയിട്ട് 150യെക്കാട്ടിലും ഈ പ്രാഡോയ്ക്ക് സൈസിൽ, അതായത് വിഡ്ത്തിൽ 10 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്, ഹൈറ്റിൽ 10 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്, 10 സെൻറ്റിമീറ്റർ. അത് നല്ലൊരു വ്യത്യാസം. അതൊരു വലിയ ഫാക്ടറാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഗ്യാരേജ്, നോർമൽ സൈസ് ഗ്യാരേജിൽ കയറുക, അല്ലെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് പാർക്കിങ്, അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അതൊരു സിഗ്നിഫിക്കൻറ്റ് നമ്പറാണ്. ലെങ്ത്തിൽ 10 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. ബേസിക്കലി 300 സീരീസ്, ലാൻഡ് ക്രൂയിസർ 300 സീരീസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ അത്രയും വിഡ്ത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ചെറിയ ഡിഫറൻസുകളുണ്ട്. പക്ഷേ അതായത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ എക്സാക്ട്ലി സെയിം ക്ലിയറൻസ് ആണ് പഴയ പ്രാഡോയും പുതിയ പ്രാഡോയും വന്നിരിക്കുന്നത്. വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി സെയിം ആണ്, 700 മില്ലിമീറ്റർ തന്നെയാണ്. അപ്പോൾ വലിപ്പത്തിൽ ഡിഫറൻസ് ഉണ്ട്. വലിപ്പത്തിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അത് അകത്താണ് ആ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പം പുറകിൽ 3 പേർക്ക്, സെക്കൻഡ് റോ സീറ്റിൽ 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ട്രാവൽ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പിന്നെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് ഇപ്പോഴത്തെ പുതിയ വണ്ടിയിൽ. ഒബിയസ്ലി ലുക്കിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. നോക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് നല്ല ഹൈറ്റ്, ആ ഡിഫറൻസ് ശരിക്കും കാണാം. ഇപ്പം ഇപ്പറ കിടക്കുന്ന 2 വണ്ടിയും ലിഫ്റ്റഡ് ആണ്, എന്നിട്ട് പോലും അതിനൊപ്പം തന്നെ പൊക്കം പിടിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പൊക്കം തന്നെ പുതിയ വണ്ടിക്കുണ്ട്. പിന്നെ 20 ഇഞ്ച് വീലിലാണ് അത് വരുന്നത്. നമ്മുടെ എല്ലാം 17-ലാണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. 20 ഇഞ്ച് വീലിലാണ് VX വരുന്നത്. GX ആൻഡ് GXL വരുന്നത് 18-ലാണ്. ലുക്ക് ആൻഡ് ഫീൽ ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ ആ ഒരു ജനറൽ കംഫർട്ട് ലെവൽ വ്യത്യാസമുണ്ട്. ലൈറ്റൊക്കെ
ലൈറ്റ് സെനോണാണ്. സ്ക്വയർ ഉണ്ട്. അമേരിക്കൻ വേരിയൻറ്റിൽ പുറത്തൊക്കെ മറ്റേ ഒരു റൗണ്ട് ഹെഡ് ലൈറ്റ് ഉണ്ട്. FJ ക്രൂയിസറിൻ്റെ പോലത്തെ ഒരു റൗണ്ട് ലൈറ്റ് മോഡൽ വരുന്നുണ്ട്. അതും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ വരുന്ന വണ്ടിക്ക് ആകെയുള്ള എഞ്ചിനിലെ ഡിഫറൻസ് അതൊരു മൈൽഡ് ഹൈബ്രിഡ് ആണ് വരുന്നത്. 48 വോൾട്ട് ബാറ്ററി ഉണ്ട്. അത് ഗോയിങ് ഫോർവേഡ് അതിൻ്റെ പല വേരിയൻസും വരുമെന്ന് തോന്നുന്നു. പുറത്തൊക്കെ ഹൈബ്രിഡ് അല്ലാത്ത വണ്ടിയുണ്ട്. ഇത് ഡീസലാണ്. പുറത്ത് ഡീസൽ മാത്രമല്ലേ ഉള്ളൂ? ഡീസൽ ഇവിടെ ഡീസൽ മാത്രമേ ഉള്ളൂ. പുറത്തൊക്കെ പെട്രോൾ വേരിയൻറ്റും ഉണ്ട്. ഹൈബ്രിഡ് ഇല്ലാത്തതുകൊണ്ട് പല വേരിയൻസ് ഉണ്ട്. ഫ്യൂച്ചറിൽ അത് വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് പുതിയ വണ്ടിക്ക് ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ടയർ ബാക്കിലല്ല, വിസിബിളി നോക്കുമ്പം ടയർ അണ്ടറാണ്, മറ്റേ സ്പെയർ ടയർ. അപ്പം അടിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടാങ്ക് കപ്പാസിറ്റിയിൽ, ഫ്യൂവൽ കപ്പാസിറ്റിയിൽ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. 150 എന്നുള്ളത് 110 ആയി മാറി. പക്ഷേ വണ്ടിയുടെ ഹൈബ്രിഡ് നേച്ചറും പുതിയ ആ ഒരു പിന്നെ കൺസംഷനും വെച്ച് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് അതേ മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്. പിന്നെ പറയേണ്ടത് ഇതിന് മറ്റേ ആർട്ട് ബ്ലൂ വന്നു പുതിയ വണ്ടിക്ക്. പഴയ വണ്ടിക്ക് ആർട്ട് ബ്ലൂ ഇല്ല. DPF സ്റ്റിലുണ്ട്, പക്ഷേ ആർട്ട് ബ്ലൂവും ഇപ്പം വന്നിട്ടുണ്ട്. ഹൈബ്രിഡ് വന്നതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ കുറേയും കൂടെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. വണ്ടിയുടെ കംഫർട്ട് സ്പോർട്സ് പ്ലസ് എക്കോ അങ്ങനെയുള്ളതെല്ലാം അകത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. വണ്ടിയുടെ എന്നാ പറയുന്നത് ഓഫ് റോഡബിലിറ്റി കൂടിയിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. വണ്ടിയുടെ അകത്തു നിന്ന് തന്നെ നോബ് തിരിച്ചാലെല്ലാം ആകുന്നത്. ഓൾ ടൈം ഫോർ വീൽ ഡ്രൈവ് ആണ് പഴയ ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഓണറിനെ ഒന്ന് പരിചയപ്പെടാം. ഷാജ, എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട്? പുതിയ വണ്ടി അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ഞാൻ ആദ്യമായിട്ടാണ് പ്രാഡോ വേരിയന്റിലേക്ക്. ഇതിനു മുമ്പ് സുഹൃത്തുക്കളുടെ പ്രാഡോ ഓടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് വലിയൊരു ബിഗ് ഡിഫറൻസ് ആയിരുന്നു. കാരണം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വണ്ടിയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല പൊക്കമല്ലേ? നല്ല പൊക്കമാണ്, ഹൈറ്റ് ഉണ്ട്. വണ്ടി മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എഞ്ചിൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, എസ്പെഷ്യലി ഹൈവേ റൈഡിങ്. ഓക്കെ, എത്ര സിസിയുടെ എഞ്ചിനൊക്കെ? എഞ്ചിൻ 2.8 4 സിലിണ്ടർ. ഓക്കെ. പിന്നെ എത്ര രൂപയായി ഇതിന്? ഇത് VX ആണ് മോഡല്. VX-ന് എനിക്ക് ഓൺ ദ റോഡ് 96 അല്ലേ? ഓക്കെ. പിന്നെ മറ്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളതെന്നൊന്ന് പറയാമോ? ഇതിന് ഓൾമോസ്റ്റ് ഹൈ എൻഡ് വണ്ടികൾ ഓൾമോസ്റ്റ് തരുന്ന എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സും ഇപ്പം ടൊയോട്ട സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഇതിനകത്ത് തരുന്നുണ്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ജമ്പ് ഓവർ ആയിരുന്നു കേട്ടോ അതേ സംബന്ധിച്ച്. ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, പിന്നെ 360 ക്യാമറ, ലൈൻ അസിസ്റ്റ്, റഡാർ ക്രൂയിസ്, ഇതെല്ലാം തരുന്നുണ്ട്. പിന്നെ VX-ന് കുറച്ചുകൂടെ ലക്ഷറി ആണ് കുറച്ചുകൂടെ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നി. കാരണം ഇതിനു മുമ്പുള്ളത് ഇലക്ട്രിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത് ഇലക്ട്രിക് ആണ്. സ്റ്റിയറിംഗ് വളരെ ലൈറ്റ് വെയിറ്റ് അല്ലേ? പിന്നെ എസ്പെഷ്യലി ഇപ്പം ഇതിന്റെ മിറർ ആണെങ്കിൽ എനിക്ക് ഈ സ്ക്വയർ മിറർ നല്ലൊരു റിയർ വ്യൂ 2 സൈഡും തരുന്നുണ്ട്. അത് വളരെ ഒരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. നമുക്ക് അകത്ത് ഇന്റീരിയറൊക്കെ ഒന്ന് കാണാം. ഇന്റീരിയർ ഒന്ന് കണ്ടേക്കാം. ഇതിന്റെ സ്ക്രീൻ വലിയ സ്ക്രീൻ ആണല്ലോ. 12 ഇഞ്ചാണ്. 12 ഇഞ്ച്. കാരണം VX-ന് കുറച്ചുകൂടെ GX-ഉം GXL-നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ. ലൂക്കേ, ഇതിന്റെ അകത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇത് അടിപൊളിയാണ് ശരിക്കും. നല്ലൊരു സ്റ്റെപ്പ് അപ്പ് തന്നെയാണ്. ഈവൻ 300 സീരീസിൽ ഇല്ലാത്ത ഓപ്ഷൻസ് വരെ പുതിയ വണ്ടിയിൽ വന്നു തുടങ്ങി. ഇതിന് 14 സ്പീക്കറല്ലേ JBL-ന്റെ? 14 സ്പീക്കർ എവിടെ നോക്കിയാലും സ്പീക്കർ എന്നുള്ള അവസ്ഥയായി. അത് VX-നാണ്. JBL-ന്റെ സിസ്റ്റം ആണ്. നല്ല ഇതാണ്. ഈവൻ ഇത് പിന്നെ ചാർജിങ് പാഡ്, വയർലെസ് ചാർജിങ് പാഡുകൾ. ഇത് ഇവിടെ ഒരു കൂൾ ബോക്സ് ഉണ്ട്. അത് ശരിക്കും അത്യാവശ്യം സൈസ് ഉണ്ട്, പക്ഷേ പഴയ വണ്ടിയെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ചെറുതാണ് ഇത് കൂൾ ബോക്സ്. പിന്നെ ഇതിന് ഹീറ്റഡ് ആൻഡ് കൂൾഡ് സീറ്റ്സ് ആണ്. ട്രൈസോൺ ക്ലൈമറ്റ് കൺട്രോള്.
എല്ലാവിധ കണക്ഷനുകളും വരുന്നുണ്ട്. ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ HDMI പോർട്ട് എന്തിനാന്ന്. പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്, ഇതിനകത്ത് ആരെ കണക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ HDMI പോർട്ട് ഉണ്ട്. ഇതിന് ഇവൻ ഹെഡ്ലൈറ്റ് വാഷേഴ്സ് പഴയ വണ്ടിയിൽ വന്നോണ്ടിരുന്ന പോലെ തന്നെ അതും വരുന്നുണ്ട്. ഫോൾഡിംഗ് മിറേഴ്സ്, ലൈൻ അസിസ്റ്റ്. സ്റ്റിയറിംഗിൽ എന്തൊക്കെ കൺട്രോളാണ്? സ്റ്റിയറിംഗിൽ നോർമൽ നമ്മുടെ റഡാർ ക്രൂയിസ്, നമ്മുടെ പല മോഡുകൾ, പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത്, അത്യാവശ്യം നമ്മുടെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാം സ്റ്റിയറിംഗിൽ നിന്ന് തന്നെ. ഈ VX-നുള്ള ഒരു ഡിഫറൻസ് മോഡുകളാണ്. ഡ്രൈവിംഗ് മോഡുകൾ ഇവിടെ കസ്റ്റം ചെയ്യാം. അതായത് കംഫർട്ട്, സ്പോർട്ട് പ്ലസ്, നോർമൽ. ഇത് ശരിക്കും അഡാപ്റ്റീവ് സസ്പെൻഷൻ്റെ ഒരു ഇതാണ്. ആ ഡ്രൈവിൻ്റെ ഡിഫറൻസ് നമുക്ക് ശരിക്കും അറിയാനുണ്ട് ഇതിൽ. ജസ്റ്റ് ത്രോട്ടിലിൽ മാത്രമല്ല, വണ്ടിയുടെ സസ്പെൻഷനിലെ ഡിഫറൻസ്, ഗിയർ ചേഞ്ചിലെ ഡിഫറൻസും നമുക്ക് ആ ഇതിലുണ്ട്. സാറിന് നേരത്തെ ഉണ്ടായിരുന്ന പ്രാഡോയിൽ ഈ ഡ്രൈവ് മോഡുകൾ ഉണ്ടായിരുന്നു. ഇത് ബേസിക്കലി നമ്മുടെ ത്രോട്ടിൽ കൺട്രോൾ മാത്രമേ ഡിഫറൻസ് ആകുന്നുള്ളായിരുന്നു. അപ്പോൾ ശരിക്കും സസ്പെൻഷനിലും ശരിക്കും ഗിയർ മാറുന്ന 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇപ്പം വരുന്നത്. പണ്ടത്തെ 6 സ്പീഡാണ്. പിന്നെയുള്ള വലിയൊരു ഉപകാരം മെമ്മറി സീറ്റാണ്. നമുക്ക് 2 ഡ്രൈവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 1ഉം 2ഉം നമുക്ക് സേവ് ചെയ്തിടാം. രണ്ട് ഇതാണ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് 2 പൊക്കമാണെന്നുണ്ടെങ്കിൽ അതെ, 2ലേക്കും സേവ് ചെയ്തിടാം. അത് ഇവൻ ഒരു കീയിലേക്ക് നമുക്ക് സേവ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ കീയും കൊണ്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ഹസ്ബൻഡ് ഒരു കീയും വൈഫ് ഒരു കീയും ക്യാരി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ കീയിലേക്ക് പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ സീറ്റ് മെമ്മറിയിലേക്ക് ആള് വരും. ഇലക്ട്രോണിക് ആണ് സ്റ്റിയറിംഗിന്റെ ഇതും അതും സേവ്ഡ് ആണ്. ഇലക്ട്രോണിക് ആണ്. സ്റ്റിയറിംഗ് വീൽ റീച്ചും ടിൽറ്റും ഇലക്ട്രോണിക് ആണ്, അതും സേവ്ഡ് ആണ്. പിന്നെ ഇതിന് മറ്റേ സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ഉണ്ട്. ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് സ്റ്റാർട്ടിൽ ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻസും റൺ ചെയ്തുകൊണ്ടിരിക്കും ബാറ്ററിയിൽ നിന്ന്. ബാക്കി പഴയ സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു വലിയ ഡിഫറൻസ് ആണ്. മിക്കവാറും സ്റ്റോപ്പ് സ്റ്റാർട്ടിൽ കുറച്ച് കഴിയുമ്പോൾ AC ഒക്കെ അങ്ങ് നിന്ന് പോകുമായിരുന്നു. ഇപ്പോൾ അത് സ്റ്റിൽ വർക്കിംഗ് ആണ്. ടോയിങ്ങിനുള്ള ഒരു സ്വിച്ച് ഉണ്ട്, ടോ ഹോളിന് വേണ്ടി ഇവിടെ. പിന്നെ ഈ ഡ്രൈവിംഗ് മോഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഉള്ളതാണ് ഈ നമ്മുടെ, അതായത് ഓഫ് റോഡ് നമ്മുടെ മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വിച്ച്. MTS എന്നുള്ള ആ സ്വിച്ചിൽ ഞെക്കിയിട്ട് ഈ സെയിം നോബിലാണ് നമ്മുടെ കൺട്രോൾസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഓഫ് റോഡിനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നത്. ഓട്ടോയിൽ ഉണ്ട് ഓട്ടോ, ഡർട്ട്, സാൻഡ്, മഡ്, ഡീപ് സ്നോ. അത്ര ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ഡ്രൈവ് മോഡ്, ഇത് ഓഫ് റോഡ് മോഡുകൾ. ഈ കൺട്രോൾ സെലക്ട് ചെയ്യുന്നത് മുഴുവൻ ഇവിടെയാണ്. DAC ക്രോൾ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളൊരു ഹിൽ അസിസ്റ്റ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇതിൽ പതിയെ കയറിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ബ്രേക്ക് പഴയ പോലെ നമ്മുടെ വലിയല്ല, ഇത് മറ്റേ ഇലക്ട്രോണിക് ആണ്. ഇത് ഹോൾഡ്, അതായത് ഒരു കയറ്റത്തിൽ കടന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി അവിടെ ഹോൾഡ് ചെയ്തോളും. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ മുന്നോട്ട് പോയിക്കോളും. ഇത് ട്രാക്ഷൻ കൺട്രോൾ. ഇത് സെൻട്രൽ ഡിഫ് ലോക്ക്. ഹൈ 4ലാണ് എപ്പോഴും ഓടുന്നത്. ലോയിലേക്ക് ഇടാൻ വേണ്ടി ഇതാണ് നമ്മുടെ പഴയ കുട്ടി ഗിയറില്ല, ഇപ്പം ഹനുമാൻ ഗിയറില്ല. ഇത് സാധനം പുഷ് ചെയ്യുക, താഴേക്ക് ഇടുക, ന്യൂട്രൽ ഇട്ടിട്ടേ അതാകത്തുള്ളൂ, എൻഗേജ് ആകത്തുള്ളൂ. ഒരു കാര്യം, ഇത് എല്ലാ രാജ്യത്തിലും എല്ലാ കണ്ടീഷൻസിനും ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലാണിത് എപ്പോഴും ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ചും ടൊയോട്ട ഉണ്ടാക്കുന്നത്. ഇത് ഗ്ലൗസ് ഇട്ടാണേലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ ബട്ടൺസും. ട്രിപ്പിൾ 3 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. ബാക്കിലേക്കുണ്ട്. ബാക്കിലത്തെ AC-യുടെ വെന്റുകളെല്ലാം റൂഫിലാണ്. അപ്പം അത് ഏറ്റവും റിയർ പാസഞ്ചറിന് വരെ AC വെന്റുകളുണ്ട്. ടൊയോട്ട നല്ലത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മോഡൽ വണ്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ടൊയോട്ടയുടെ ജനറൽ ഇഷ്യൂ ആണ് ഈ ഡാഷ്ബോർഡ് ക്രാക്ക് ചെയ്യുന്നത്. അത് ഹാർഡ് പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് ഇപ്പം വന്നപ്പോൾ ഇതെല്ലാം സോഫ്റ്റ് ടച്ചായി. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടത്തില്ല എന്ന് പ്രതീക്ഷിക്കണം. നമ്മളൊക്കെ മറ്റേ ഡാഷ് മാറ്റ് ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഹൈ എൻഡ് വേരിയൻറ്റിൽ ഇതിന് ഇതും വരുന്നുണ്ട്, നമ്മുടെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്.
അതിൻ്റെ ഏരിയയാണ് ഇവിടെ. അത് മാത്രമേ ഉള്ളൂ ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. ഇതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഷായ് ചേട്ടൻ ഇത് കഴിയുമ്പോൾ എന്നെ ഓടിച്ചിട്ട് തല്ലു വന്നാലും അല്ല, നമ്മള് വണ്ടിയുടെ റിവ്യൂ പറയുമ്പോൾ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് എല്ലാം പറയട്ടെ. വണ്ടി വരുമ്പോൾ എപ്പോഴും ഉള്ള ഇഷ്യൂസ് ആണ്. അത് ജനറലി അടുത്ത സെക്കൻഡ് ജനറേഷൻ വണ്ടി വരുമ്പോഴത്തേക്ക് അത് മാറ്റി ഇത് ചെയ്യുന്നതാണ്. വണ്ടി ടോൾ ആയപ്പോൾ തന്നെ വണ്ടി പൊക്കം കൂടി ജനറൽ ഇതിൽ നിന്ന് വന്നപ്പോൾ തന്നെ വണ്ടിക്ക് ബോഡി റോൾ ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രാക്ടിക്കൽ സൈഡുകൾ ചിന്തിക്കുമ്പം നമ്മുടെ എല്ലാവരും ഓഫ് റോഡ് അല്ലെന്നുണ്ടെങ്കിൽ എന്നും ട്രാവൽ ചെയ്യുന്നവരല്ല. അപ്പോൾ ഇതൊരു നമ്മുടെയൊക്കെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു ഫ്രിഡ്ജ് ടേക്കപ്പ് ചെയ്തത്. അപ്പം അതിനൊരു ഓപ്ഷൻ വെക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്നാന്ന് വെച്ചാൽ ആവശ്യമുള്ളവർക്ക് ആ ഫ്രിഡ്ജ് വേണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടെന്നോ വെക്കാവുന്ന ഒരു പൊസിഷൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് പോയത്. നമുക്ക് ഏറ്റവും റീച്ചബിൾ ആയിട്ട് നമുക്ക് വേണ്ട പ്രാക്ടിക്കലായിട്ട് വേണ്ട ഒരു സ്പേസ് ആയിരുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഡ്രോബാക്ക് തന്നെ നമ്മളെപ്പോലുള്ള ഒരു 80% നമ്മുടെ ജനറൽ യൂസിന് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ഇത് സെക്കൻഡ് റോ സീറ്റുകൾ സ്ലൈഡ് ഇല്ല. അതായത് മുമ്പോട്ടോ പുറകോട്ടോ ഇറക്കാൻ മേല. റിക്ലൈൻ ഉണ്ട്, പക്ഷേ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. തേർഡ് റോ സീറ്റ് അതൊരു ആഫ്റ്റർ തോട്ടായിട്ട് തോന്നി. ഈ ബാറ്ററിയുടെ ആ കേസിങ് വന്നുകൊണ്ട് അതിൻ്റെ മേളിലേക്കാണ് തേർഡ് റോ സീറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് ടേക്കപ്പ് ചെയ്തു. അതൊരു വലിയ ഡ്രോബാക്കായിട്ട് തോന്നി. ഞാൻ കക്കുടു വേരിയൻറ്റിൽ എങ്ങനെയാണ്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പഴയ പ്രാഡോയ്ക്ക് ബാക്കിലെ സീറ്റും ഹീറ്റഡ് ആയിരുന്നു. ഈ വണ്ടിക്ക് അത് കാണാനില്ല. VX വേരിയൻറ്റിന് മേളിലാണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അത് 5 സീറ്റാണ് വരുന്നത്. അത് പ്യുവർലി ഓഫ് റോഡ് വേരിയൻ്റ് ആണ്. അതായത് അതിന് സെൻട്രൽ ആൻഡ് റിയർ ഡിഫ് ലോക്ക് ഉണ്ട്, സ്വേ ബാർ ഡിസ്കണക്റ്റ് ഉണ്ട്. വണ്ടി 5 സ്പീഡാണ് വരുന്നത്. വണ്ടി കുറേയും കൂടെ എന്നാ പറയണേ ഒരു ഓഫ് റോഡ് റെഡി എന്നുള്ള രീതിയിലാണ് ആ വണ്ടി വരുന്നത്. വേറൊരു വലിയ ഡ്രോബാക്കായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് ജേണികൾ ചെയ്യുന്നവർക്ക് ഫ്യൂവൽ ടാങ്ക് ഒരു ഇതാണ്, പ്രശ്നമാണ്. സോഞ്ചറിൻ്റെ വണ്ടിയിലേക്ക് 180 ലിറ്റർ അല്ലേ ടാങ്ക് കപ്പാസിറ്റി? 180 ആണ്. 2 ടാങ്കാണ്. എൻ്റെത് 150 ആണ്. ഇത് വന്നപ്പം 110 ആയി. അതിലും കൂടുതൽ എന്നെ പോലെയുള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ചെയ്യുന്നവരെ ബോധർ ചെയ്യാൻ പോകുന്ന ഇഷ്യൂ ടയറാണ്. ടയർ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. താഴെയുള്ള ക്ലിയറൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒബ്വിയസ് ആയിട്ട് നമ്മൾ വലിയ ടയർ ഇടും, അല്ലെ ഒരു ഇച്ചിരി കൂടെ അഗ്രസീവായിട്ടുള്ള ടയർ ഇടും. ആ ടയർ സ്പേസിൽ അത് കയറി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹാങ് ഡൗൺ ചെയ്യും ടയർ. പിന്നെയുള്ള ഒരു മേജർ ഇഷ്യൂ ഇവിടെ പുറകിൽ 100 വോട്ട് പവർ ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഓൺ ദ ഗോയിൽ വണ്ടി കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഇതൊരു വളരെ ഒരു ആഫ്റ്റർ തോട്ടായിട്ട് തോന്നി. ഇതൊരു സ്പേസ് ടേക്കപ്പ് ചെയ്തു. നമ്മുടെ ഡിക്കി സ്പേസ് വളരെ കുറഞ്ഞു. ബൂട്ടില്ല. ബൂട്ടുണ്ടെന്ന് വെച്ചാലും നമ്മളൊരു ഇതൊരു ഇനഫായിട്ടുള്ള സ്റ്റോറേജ് ആണ്. ആക്ച്വലി ഇത് ഒരു സാധനങ്ങൾ കയറും, വലിയൊരു കുട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഈസി ആയിട്ട് എടുത്ത് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിലാണ്, ഇതിൻ്റെ താഴെയാണ് ബാറ്ററി ഇരിക്കുന്നത്. ഇപ്പം ഈ 5 സീറ്റ് വേരിയൻറ്റിന് ഇവിടം വരെ ഒരു ഫോൾസ് ഫ്ലോർ ഉണ്ട്. ഫ്രണ്ടിൽ ഈ കാല് വെക്കാൻ വേണ്ടിയുള്ള ആ സ്പേസിൻ്റെ അവിടെ ഒരു ചെറിയൊരു വേറൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇപ്പം വണ്ടി പുതുതാണ്, പക്ഷേ ഓൾറെഡി ആൾക്കാർ ഈ സീറ്റ് റിമൂവ് ചെയ്യുകയും ഇത് എന്നാ പറയുന്നത് ഇവിടെ വേറെ സൊല്യൂഷൻസ് ലെവലാക്കി സൊല്യൂഷൻസ് പലതുണ്ടായി വരുന്നുണ്ട്. എയർലി സ്റ്റേജസ് ആണ് വണ്ടി. ഇതല്ലേ പല രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒത്തിരി ടെക്നോളജീസ് വരും. പിന്നെ ഒരു ടോ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഇത് വരുന്നതാണ്. വേറെ ടൊയോട്ടയുടെ ടിപ്പിക്കലായിട്ടുള്ള ഡിങ്സ് ആൻഡ് ഒത്തിരി ഒച്ചപ്പാടും എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത PP സൗണ്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കേട്ടോ. രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്നവന് ഈ ഒച്ച കേൾപ്പിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നമുണ്ട്. അതൊക്കെ ടേൺ ഓഫ് ചെയ്യാവുന്നതാണ്. തുറക്കുമ്പോഴും ഈ ഒച്ചപ്പാടുണ്ട്. അതെല്ലാം ഈസി ഫിക്സുകളാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊരു വലിയ പ്രശ്നമായിട്ടല്ല പറയണത്. പക്ഷേ ഇതൊരു മിസ്സായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ആഡ് ബ്ലൂ ഇത് നമുക്ക് എടുത്ത് മാറ്റി അത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ?
ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അത് വാറണ്ടി കവർ ചെയ്യുന്നില്ല. അതായത് അതിൻ്റെ മുകളിൽ അതിൻ്റെ താഴെ ബാറ്ററി ബോക്സ് ആണ്, അതായത് 48 വോട്ടിൻ്റെ സിസ്റ്റമാണ്, ഹൈബ്രിഡിൻ്റെ ബാറ്ററിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ എന്നാ പിടിപ്പിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു ഫാനുണ്ട് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം അത് ഇതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി വോയിഡ് ആകുമെന്ന് പറയണം. ഇതിന് ഈ ഹൈ ടെയിലൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ, ഈ ടെയിൽ ഗേറ്റ് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ വണ്ടികൾക്ക് മേളിൽ നമ്മളൊരു കവർ വെക്കുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇത് കണ്ടോ, ഈ സ്റ്റെപ്പിൻ്റെ മേളിൽ നിന്നിട്ട് പോലും എനിക്ക് വലിയ പൊക്കമില്ല, എന്നാലും എനിക്കിവിടെ ആവശ്യത്തിന് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ലൊരു എന്നാ പറയണ കവറാണ്. ഈ റെയിനിലും ചൂടിലും ഒക്കെ ഇതിൻ്റെ പുറകെ നിൽക്കാൻ വേണ്ടി നല്ലൊരു സൗകര്യമാണ്. ഓണിംഗ് ആയിരുന്നു നമ്മൾ മറ്റേ 270 ഓണിങ് കവർ ചെയ്ത് ഇവിടം വരെ വരുമായിരുന്നു. ഇത് ശരിക്കും 180 വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കവറാവും. അപ്പം അതൊരു ബെനിഫിറ്റാണ്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ടെയിൽ ഗേറ്റിൽ നമ്മൾ വെച്ചിരുന്ന ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പിടിപ്പിക്കാനുള്ള ഇതില്ല. പക്ഷേ ഇതൊരു ബെനിഫിറ്റാണ്. എന്നാന്ന് വെച്ചാൽ ഈ പുറകിൽ ടയർ കയറ്റുന്ന എല്ലാ വണ്ടികളിലും ഉള്ള ആ റാറ്റിൽ ഒഴിവായി കിട്ടും. ടയറിൻ്റെ ആ ഒരു വെയിറ്റ് വന്നു കഴിയുമ്പോഴുള്ള ഡോറിൻ്റെ ഒച്ചപ്പാട് ഒഴിവായി കിട്ടും ഇതിന്. അപ്പോൾ ഈ രണ്ട് പ്രാഡോയുടേതും ഇതുപോലത്തെ ഡോറുകളായിരുന്നു അല്ലേ, സൈഡിലേക്ക് ഇങ്ങനെ തുറക്കാവുന്ന ഡോറുകളായിരുന്നു. അതാണോ? അപ്പോൾ അന്നേരം അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം യെസ് അതിൻ്റെ ഈ ഇത്ര ഇതുപോലെ സ്പേസ് ഓക്കെ ഇതുപോലെ കിട്ടും. ഇപ്പോൾ എൻ്റേതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും രണ്ടാമത് ഇതെല്ലാം ചെയ്ത കേട്ടോ, നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. ഈ ബമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ടയർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം, അതുപോലെ തന്നെ ഫ്യൂവൽ ക്യാരിയർ. പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ സംഗതി ഈ സാധനമാണ് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ മേശയുടെ ഒരു ഇത് കേട്ടോ, ഇതിങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള, ഈ ഡോറെ തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പുതിയ വണ്ടിക്ക് ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ് ഇതിനകത്ത് മിസ്സിങ് ഉള്ളത് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു ഇതാണ് നമ്മൾ റാക്ക്, അതായത് നമ്മൾ മേളിൽ സ്റ്റോറേജ് ഉണ്ടല്ലോ, അതെ, റൂഫ് റാക്ക്. നമ്മുടെ മേജറായിട്ട് സാധനം ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതായിരുന്നു. അതെ സാധനങ്ങൾ എടുത്തിട്ടോണ്ടിരുന്നത് ആക്സസ് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. ലോഡ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് പോവും. എന്തെങ്കിലും സൈഡില് ലാഡർ ഓൾറെഡി പുറത്തൊക്കെ ഇറങ്ങി. അല്ല, ലാഡർ അല്ലാതെ വേറൊരു സംഭവം ഉണ്ട് രാജുഭായി. അപ്പോൾ അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇതുപോലൊരു സ്റ്റെപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ. മേളിലേക്ക് റാക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കുവേ ഞാൻ കാണിച്ചു തരാം. അത് കേട്ടോ, ഇതിലേക്ക് അങ്ങ് കൊളുത്തും. അങ്ങനെ എന്നിട്ട് അതേ ചവിട്ടി മേളിലേക്ക് ഇത് ചെയ്യാം. കയറി ചവിട്ടി നിൽക്കും ഒരു അത് ഒരു കാലേ വെക്കാൻ പറ്റത്തുള്ളൂ. പോകത്തില്ല. അടിപൊളി. കേറി ഇരിക്കാനല്ല, സാധനം വെക്കാനായിട്ട് നിങ്ങൾ മേള് റാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് കേറാനായിട്ട് ഒരു സ്റ്റെപ്പാണ്. ഇത് ഏതാണ്ട് $10-15 ഉള്ളൂ. നമ്മുടെ ആമസോണിലൊക്കെ കിട്ടും. അതിന്റെ കുറച്ചുകൂടെ വീതിയുള്ള പാടുള്ള, ഇതിലും വീതിയുള്ളത് കിട്ടും. അപ്പൊ ഇതിന്റെ പുറകിൽ ഇതുപോലെ ഒരു റബ്ബർ ഉണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അതിങ്ങനെ ഒട്ടിക്കാനുള്ള ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് വരുന്നത്. ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് ഒരു കയറിട്ട് കെട്ടാനോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ വണ്ടിക്ക് ഡിഫൻഡറിലൊക്കെ വരുന്ന പോലെ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഓപ്ഷൻ ഇപ്പം വരുന്നുണ്ട്. ഇവിടം വരെ നിൽക്കുന്ന ഒരു ഫോൾഡ് ചെയ്യുന്ന സ്റ്റെപ്പ് അത് താഴേക്ക് മറിച്ചിടാവുന്ന പോലത്തെ. അതെ അങ്ങനെ ഒരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ട്. പിന്നെ ഇതിന്റെ ഈ സൈഡിലാണ് സീറ്റിന്റെ കൺട്രോൾ അല്ലേ. ഹീറ്റഡ് സീറ്റ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഹീറ്റഡ് ആൻഡ് കൂൾഡ് ആണ്. ലോങ് ജേർണികളിൽ കൂൾ സീറ്റ് നല്ലതാണ്. ശരിക്കും ഒത്തിരി ഉപകാരമാണ്. ചൂടാകാതെ നമ്മുടെ ബോഡി, പ്രത്യേകിച്ചും ചൂടുള്ള സമയങ്ങളിൽ. ഇതിന് 2-3 കളർ ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്രോസ്റ്റി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വൈറ്റ് അല്ല, ഫ്രോസ്റ്റി വൈറ്റ്, അതായത് പഴയ നമ്മുടെ ആ ഒരു ഗ്ലിറ്ററി വൈറ്റിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഇതുണ്ട്.
ഒരു ബ്രോൺസ് കളർ വന്നിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി നല്ല രസമുള്ള കളറായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ ഇല്ലാത്തൊരു കളറായിരുന്നു, വേരിയൻ്റ് ആയിരുന്നു. എനിക്ക് ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് പ്രാക്ടിക്കൽ സൈഡ് ഓഫ് തിങ്സ്. ഇത് വളരെ ബോക്സി ഷേപ്പാണ്. നമ്മുടെ വണ്ടിക്കൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ എയറോഡൈനാമിക്സിന് വേണ്ടി ഇത് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് നേരെ ബൾജ് ചെയ്തിരിക്കുകയാണ്. ഈ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് എവിടെയാണെന്ന് അകത്തുനിന്ന് കാണാൻ വളരെ എളുപ്പമാണ്. ഈ എൻഡ് കാണാൻ വളരെ ഈസിയാണ്. എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ബുൾബാറിൻ്റെ എൻഡ് നോക്കണം. പ്രത്യേകിച്ച് ഓഫ് റോഡ് നിൽക്കുമ്പോഴത്തേക്ക് ആ എൻഡ് നോക്കിയാലേ കറക്റ്റ് അറിയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ വണ്ടിയുടെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ബൾജിൽ കറക്റ്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതൊരു ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അത് ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഇതാണ്. രാജ, എന്നാലേ ഈ ഇതിന് സെറാമിക് കോട്ടിങ് ചെയ്തോ? ഞാൻ സെറാമിക് കോട്ടിങ് ചെയ്തു കഴിഞ്ഞ ദിവസം. എത്ര രൂപയോ അതിന്? നോർമലി അവർ ചാർജ് ചെയ്യുന്നത് 1400 ആയിരുന്നു. പക്ഷെ എനിക്ക് അവർ ചാർജ് ഡിസ്കൗണ്ട് ഒരു $100 കുറച്ച് 1290 ആണ് എക്സാക്ട്ലി അവർ ചാർജ് ചെയ്ത്. ഓക്കെ. അതപ്പോ എല്ലാ കളറിനും കിട്ടുമായിരിക്കും അല്ലേ? കളറിനും അവര് ചെയ്തു തരും. ശരി. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്നാണ്? അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുറച്ച് ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ ആണ്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അധികമൊന്നും എഫക്ട് ചെയ്യത്തില്ല. പിന്നെ വണ്ടി പെട്ടെന്ന് ഇപ്പം മഡിലേക്ക് പോയിട്ട് വന്നാലും ഒന്ന് കഴുകാനൊക്കെ വളരെ എളുപ്പമാണ്. വെള്ളം ഇങ്ങനെ പറ്റി അതിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കാണിക്കത്തില്ല. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു പെട്ടെന്ന് ക്ലീൻ ചെയ്യാനെല്ലാം സൗകര്യമാണ്. ബ്ലാക്ക് കളർ. ബ്ലാക്ക് ആയിരുന്നു ഇഷ്ടം? എനിക്ക് വണ്ടിക്ക് ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. കാരണം ബ്ലാക്ക് കളറിന് അതിൻ്റെതായിട്ടുള്ള ഒരു എടുപ്പുണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ അത് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കൊണ്ടു നടക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കൊണ്ടു നടക്കുവാണെങ്കിൽ വണ്ടി നല്ല എൻ്റെ ഒരു ചോയ്സ് ആണ്. ഞാനിതിന് സെറാമിക് കോട്ടിങ്ങിനുള്ള ഒരു ഓപ്ഷൻ പോയില്ല. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവിടെ ക്ലോസ് കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ഞാനിതിന് ബുഷ് റാപ്സ് എന്ന് പറഞ്ഞ ഒരു ഫിലിമാണ്. അതായത് പ്രൊട്ടക്ഷൻ ഫിലിം. ഇതൊരു റാപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ഫിലിമാണ്. ഇത് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. കട്ട് സൈസാണ് അത് വരുന്നത്. നമുക്ക് ബ്രിസ്ബെയിനിലുള്ള ഒരു കമ്പനിയാണ്. അത് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചു തരും. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. DIY ചെയ്യാവുന്നതാണ്. വണ്ടിയിൽ അങ്ങനെ അറിയാനില്ല. പക്ഷേ ഇതിൻ്റെ എഡ്ജസ് ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഒട്ടിച്ച സ്ഥലവും ഒട്ടിക്കാത്ത സ്ഥലവും ഡിഫറൻസ് അറിയണമെങ്കിൽ ഈ ബോണറ്റിലെ സ്ക്രാച്ചുകളും ഈ ഒട്ടിച്ച സ്ഥലത്തെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം എന്നാണ് പറയുന്നത്. പെയിൻ അത് സെൽഫ് ഹീലിംഗ് ആണ്. ചൂടത്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. ഇവൻ ഈ മിററെ നോക്കിയാൽ അറിയാം വണ്ടിയെ പോകുന്ന പാടുകളും. അതും ഈ ഇതിൽ ബാക്കിയുള്ള പാനലുകളിലും. ഈവൻ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡോർ ഡെൻ്റ് ആയിരുന്നു. ഷോപ്പിംഗ് സെൻറ്ററിലെ ഡോറ് അടിച്ച് വന്ന ഒരു ചെറിയ ഡെൻ്റാണ്. അപ്പോൾ ആ ഒരു ഇല്ല ഞാനിത് ഫിലിം മേടിച്ച് ഒട്ടിച്ചതാണ്. പക്ഷേ അതിൻ്റെതായ ഇതുണ്ട്. ഇതിപ്പം ഡോർ ഡെൻ്റ് എനിക്ക് പുള്ളി ചെയ്യാൻ പറ്റില്ല. പുള്ളി ചെയ്തതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. അതവിടെ സ്ക്രാച്ച് ചെയ്ത് പോയതുകൊണ്ട്. ഓരോ പല ഓപ്ഷൻസും ഉണ്ട്. ഇത് ഇവൻ റൈനോ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഈ മറ്റേ മാഗ്നറ്റിക് ആണ്. വണ്ടിയിലോട്ട് ജസ്റ്റ് അങ്ങ് ഒട്ടിച്ചാൽ മതി. അത് നമുക്ക് വേണ്ട ഇതിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. 3D പ്രിൻറ്റ് പോലെ നമുക്ക് ഈവൻ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതും ചെയ്യാവുന്നതാണ്. അതും വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. രാജേന്ദ്ര 360 ക്യാമറ അല്ലേ? അപ്പം കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുമോ? നമുക്കൊരു ആക്സിഡന്റ് വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. ഇപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതാണല്ലോ 360 ക്യാമറ എന്ന് പറയുന്നത്. മാത്രമല്ല അണ്ടർനീത്തും കാണാമോ? അത് ശരി. അത് ശരി. ഓക്കെ. കറക്റ്റ്. അടിപൊളി. അടിയിൽ ക്യാമറ അല്ല, അതൊരു ഫ്രണ്ടിലെ റെക്കോർഡ് ചെയ്തിട്ട് അത് ഓഗ്മെന്റഡ് റിയാലിറ്റി പോലെ ഒരു ഇത് കാണിക്കുന്നതാണ്. അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട്. പക്ഷേ അത് നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ മേളിൽ കൂടെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് എക്സാക്ട്ലി എവിടെയാണെന്നറിയാം. അതാ തുടങ്ങുമ്പോൾ മാത്രമാണ് അല്ലേ? അതെ. ഇത് നല്ല പൊക്കമാട്ടോ. നല്ല പൊക്കമാണ്. ഭയങ്കര പൊക്കം. ഇത് നമ്മള് കാശ് മുടക്കി വെറുതെ വണ്ടി ലിഫ്റ്റ് ചെയ്തു.
ഇനിയിപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കയറാൻ പറ്റുമെന്നൊരു അതൊരു ഇഷ്യൂ ആണ്. അതാണ് സോജേട്ടാ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ നമ്മുടെ വണ്ടികളുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 1850 അങ്ങനെ എന്തോ ആണ് പഴയ പ്രാഡോയുടെ. ഇപ്പം വരുന്നത് 1950 ആണ്. അപ്പം 2.1 ആണ് ജനറലായിട്ടുള്ള പാർക്കിംഗ് ഇതിൻ്റെയൊക്കെ സ്പേസസിൻ്റെയൊക്കെ ആ ഒരു എൻട്രി ഹൈറ്റ്. ഇവൻ നമ്മുടെ വീടുകളിലെ ഗ്യാരേജിൻ്റെ എൻട്രി ശരിക്കും 2.1 മേളിൽ സാധാരണ വീടുകളിൽ ഗ്യാരേജ് എൻട്രി ഇല്ല. അപ്പം നമ്മുടെയൊക്കെ എൻ്റെ വണ്ടിയൊക്കെ കറക്റ്റ് കയറി പോകുന്ന പരുവത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി 1950 ഹൈറ്റ് ഉണ്ട്. അതിൽ 2 ഇഞ്ച് ലിഫ്റ്റും മേളിലൊരു റൂഫ് റാക്കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ നല്ല പൊക്കമാവും. നല്ല പൊക്കം. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വരുന്ന കാർ പാർക്കുകൾ സിറ്റിയിലൊക്കെ പ്രത്യേകിച്ച് ജാക്സണിലൊക്കെ 1.9 ഹൈറ്റുള്ള പാർക്കിംഗ് സ്പേസസും ഉണ്ട്. അതിനകത്ത് ഇത് കയറത്തുമില്ല. പിന്നെ നമ്മൾ റൂഫില്ലാത്ത ഇതിൽ തന്നെയല്ല, നമ്മൾ 2.1 അണ്ടറിൽ വണ്ടി നിർത്തുന്നതാണ് എപ്പോഴും സേഫ്. നമ്മൾ പാർക്കിംഗ് സ്പേസസിൽ കയറാൻ വേണ്ടി എളുപ്പം. വളരെ കംഫർട്ടാണ്. ഇതൊരു നല്ല ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് പിന്നെ വലിയ ഹെഡ് സ്പേസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ലെഗ് സ്പേസ് മതി. നമുക്ക് ഇത് കണ്ടോ, ഈ സീറ്റിങ് നല്ല ഹൈറ്റ് ആയതുകൊണ്ടും ഈ വിൻഡോ വളരെ താന്നായതുകൊണ്ടും നമുക്ക് ശരിക്കും നല്ല വിസിബിലിറ്റിയാണ്. നല്ല വെട്ടമാണ് വണ്ടിക്ക്. അത് 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. ഒരു കാര്യം ടൊയോട്ട ചെയ്തൊരു നല്ല കാര്യം, നമ്മുടെ ടച്ച് പോയിൻറ്റ്സ് എല്ലാം വളരെ നല്ല കംഫർട്ടാണ്. അത് ഇവൻ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ മുട്ട് ചാരിയിരിക്കുന്ന അവിടുത്തെ ആ ഒരു സ്പേസ് അത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അതൊക്കെ റെഗുലറായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സാണ്. ഇവൻ ഫ്രണ്ടിലെ ആണെന്നുണ്ടെങ്കിലും ആ വിൻഡോ വളരെ താന്നു വരുന്നതുകൊണ്ട് നമുക്ക് നല്ല നല്ല ഏറിയ ആയിട്ട് തോന്നുന്നു. നല്ല കംഫർട്ടായിട്ട് വെക്കാം. അത് നല്ല വീതിയും കൊടുത്തിട്ടുണ്ട് അവിടെ കൈ വെക്കുന്നിടത്ത്. ഡോർ പോക്കറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമാണ്. സെക്കൻഡ് റോയിലുള്ള ഒരേ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാം, ഒന്ന് ഈ ഇതില്ല, നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഈ ട്രാൻസ്മിഷൻ ടണൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അപ്പം ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നടുക്കിരിക്കുന്ന ഒരാൾ ശരിക്കും കാല് 2 സൈഡിലേക്കായിട്ട് വെക്കണം. കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ കാല് കയറ്റി വെക്കാനുള്ളൊരു ഇതുണ്ട്. അതേ ഉള്ളൂ. ഇവിടുത്തെ ഇത് പഴയ പരുവം തന്നെ. ഒരു പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സും ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്. ചൈൽഡ് സീറ്റുമായിട്ട് GXLൻ്റെ തന്നെയല്ല, ജനറലായിട്ട് ഉള്ള ഒരു ഇതാണ്. 3rd റോ സീറ്റിന് ഇതിന് ഐസോഫിക്സ് പോയിൻറ്റ്സ് ആണ്. അതായത് ഈ 2 എൻഡിലും ഔട്ടർ എൻഡുകളിലാണ് ഐസോഫിക്സ് പോയിൻറ്റ്സ് ഉള്ളത്, കാർ സീറ്റ് പിടിപ്പിക്കാനുള്ള. പിന്നെ ഉള്ളത് ഇതിൻ്റെ പുറകിൽ ഇത് നമ്മുടെ സീറ്റിനുള്ള ചൈൽഡ് സീറ്റിനുള്ള ആങ്കർ പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ 3rd റോ സീറ്റിന് ആങ്കർ പോയിൻറ്റ്സ് കണ്ടില്ല. അപ്പം 3rd റോ സീറ്റിന് ആങ്കർ പോയിൻറ്റ്സ് ഇല്ലാത്തപ്പം പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മുടെ 3rd റോ സീറ്റിൽ പിള്ളേരെ, അതായത് ചൈൽഡ് സീറ്റ് വേണ്ട പിള്ളേരെ കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണല്ലോ. അതെ. അപ്പം നമ്മൾ ഫുള്ളി ലോഡഡായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റിലേക്ക് പിള്ളേരെ ഇരുത്തണമെന്നുള്ള ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ ഏറ്റവും ബാക്ക് സീറ്റിൽ അത്യാവശ്യം ഇരുന്ന കാല് തൂക്കിയിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ പഴയ ചില വണ്ടികൾ 2 പേർക്ക് സുഖമായിട്ടിരിക്കുക. അവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, അവിടെ ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. അത്യാവശ്യം എല്ലാ 7 സീറ്ററാണ്. 7 ആണ്. പഴയ പ്രാഡോ 8 സീറ്ററാണ്. 8 സീറ്ററാണ്. പണ്ടുള്ള മനുഷ്യർ ചെറുതായിരുന്നു, ഇപ്പോൾ ഉള്ളവർ വലുതായി. ആൾക്കാർ വണ്ണം വെച്ച് തുടങ്ങി. ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? മെയിനായിട്ട് ഈ സൺറൂഫ് VX-നില്ല. ശരി. പക്ഷേ കക്കഡുവിനും ഓൾട്ടിറ്റ്യൂഡിനും ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡിന്റെ ഇത് സാധാരണ സൺറൂഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റത് കക്കഡുവിന് കുറച്ചുകൂടെ മൂൺ റൂഫ് കുറച്ചും കൂടി വലുതാന്ന് തോന്നുന്നു. അതല്ലേ മൂൺ റൂഫ് ഈ ബാക്ക് സീറ്റ് വരെ വരും. അതെന്തായാലും ഓപ്പൺ ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് വലിയ ഇതാണ്. പനോരമിക് അല്ല, ഫുള്ളി ഓപ്പൺ ചെയ്യുന്നതല്ല. ഫ്രണ്ട് മാത്രം ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. ആൾട്ടിറ്റ്യൂഡിന് നമ്മുടെ നോർമൽ സൺറൂഫ് അതിൻ്റെ ആ ഒരു ഇതാണ്. പക്ഷേ ആൾട്ടിറ്റ്യൂഡിന് വേറെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേയും കൂടി ഓഫ് റോഡ് റെഡിയാണ്. അതിന് ഈവൻ ടയേഴ്സ് ഓൾട്ടറൈൻ ടയേഴ്സ് ഇട്ടാണ് വരുന്നത്. ശരി. റൈഡ് കുറച്ചുകൂടെ റഫാണെന്ന് പറയണു.
ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല ഓൾട്ടിറ്റ്യൂഡ്, പക്ഷേ കണ്ടാൽ കുറേയും കൂടെ റഫാണ് വണ്ടി കാണുമ്പോഴേ. ഈവൻ ഡ്യുവൽ ടോണിലൊക്കെ ഓൾട്ടിറ്റ്യൂഡ് തൊട്ടല്ലേ ഡ്യുവൽ ടോൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഷാജിട്ടാ. മേളിലെ കളറ് വേറെ കളറാക്കി കൊണ്ടുവരുന്നത്. നമ്മളെ പുറകോട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ മിറർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും അല്ലേ? അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. അതിൻ്റെ അഡീഷനായിട്ട് ഒരു ഡ്രൈവർ മോണിറ്ററിങ്, ഫാറ്റിക് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്. ഈ കാണുന്നതാണോ? അതായത് ഈ ഇവിടെ കാണുന്ന ഇതിനകത്ത് 2 ക്യാമറ ഉണ്ട്. അത് നമുക്കെപ്പോഴും അലേർട്ട്നെസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിലും ഈവൻ മൊബൈലിൽ ടച്ച് ചെയ്താണെങ്കിലും എപ്പോഴും അത് അലേർട്ട്നെസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമുക്ക് ഉറക്കം വരുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉണർത്തും. അതൊക്കെ അങ്ങനെ ചില സമയത്ത് അനോയിങ് ആയിട്ട് തോന്നാം, എന്നാലും സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടന്റ്. വണ്ടി നമ്മളെ വാച്ച് ചെയ്തോണ്ടായിരിക്കുന്നത്. വാച്ച് ചെയ്ത് നമ്മള് എങ്ങോട്ടാ നോക്കുന്നത് അല്ലേ? അതൊരു നല്ലൊരു വണ്ടി പറയും, മുന്നോട്ട് നോക്കാൻ പറയും. ഓക്കെ, അതിനെന്താ പറയുന്നത്? എന്തുവാ അതിന് പറയുന്നത്? ഡ്രൈവർ മോണിറ്ററിങ്. ശരി. പിന്നെ എന്താ ലൂക്ക് നേരത്തെ പറഞ്ഞു? ഇതിന് 9 എയർ ബാഗാ ഇത് മൊത്തത്തിൽ വരുന്നത്. 9 എയർ ബാഗ്. 9 എയർ ബാഗാണ്, നീ എയർ ബാഗ് ഉൾപ്പെടെ. ശരി. 9 എയർ ബാഗ് സിസ്റ്റം ആണ്. ഓക്കെ. പിന്നെ ഓട്ടോണമസ് എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്. പഴയ വണ്ടികളിൽ മറ്റേ ബ്രേക്ക് എന്ന് എഴുതി കാണിക്കത്തേ ഉള്ളൂ, BPയും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. ക്രോസ് ട്രാഫിക് അലേർട്ട് ഉണ്ട്, റിവേഴ്സ് ചെയ്യുമ്പോൾ പുറകിൽ ഒരാൾ ക്രോസ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പറയും. പിന്നെ ഈ ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെയുള്ള സാധാരണ എല്ലാ പുതിയ വണ്ടികൾക്ക് വരുന്ന സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ്, 360 ക്യാമറ, അങ്ങനെയുള്ള ഇത്. ഓട്ടോ പാർക്കിംഗ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഓട്ടോ പാർക്കിംഗ് ഇല്ല അല്ലേ? നമുക്ക് ഇതിന്റെ ബാക്കിലത്തെ സീറ്റ് ഒന്ന് പൊക്കി ഒന്ന് വെച്ച് നോക്കാം അല്ലേ? അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ട് നല്ല കംഫർട്ടായിട്ടിരിക്കുക അല്ലേ? 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഈ സ്ലാൻഡിംഗ് ആണ് വരുന്നത്. ഇതിന്റെ പുറകിലേക്ക് പോകത്തില്ല, അത്രേ ഉള്ളൂ മാക്സിമം വരുന്നത്. ശരി. സുഖമായിട്ടിരിക്കാമോന്ന് ചോദിച്ചാൽ അത്ര സുഖമായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം ഇതാണ്, ഈ സീറ്റ് ഒന്ന് മുന്നോട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ പുറകിലുള്ളവർക്ക് കുറച്ചുകൂടെ ലെഗ് സ്പേസ് കിട്ടി. കാലൊന്ന് നേരെ. ഇതിപ്പോ പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ, കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അത് നടക്കത്തുള്ളൂ. കാരണം ഇപ്പം എനിക്കാണെങ്കിലും അത് അത്ര ഇതല്ല. പിന്നെ ഇത് കുറച്ചും കൂടി ഈ ബാക്ക് കുറച്ചും കൂടി മുന്നോട്ടാക്കിക്കൊണ്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. കയറാനും ഇറങ്ങാനും സുഖമാണ്. ഇതിപ്പോ നമ്മുടെ വണ്ടികൾക്കെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ പിന്നെ മറ്റേ AC വെന്റ് എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിത് ഓഫ് റോഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ സീറ്റ് എടുത്ത് മാറ്റും. കാരണം ഇതിനകത്ത് ഫ്രിഡ്ജ് കാരണം വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ എന്റെ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുക. ലൂക്കിന്റെ മാറ്റി വെച്ചേക്കല്ലേ? ഇല്ല, എന്റെ മാറ്റിയിട്ടില്ല ഇതുവരെ. ആണോ? എനിക്ക് പിള്ളേര് ചെറുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതാണോ നേരത്തെ പറഞ്ഞ മറ്റേ നമ്മുടെ ആങ്കർ പോയിന്റ്? അതായത് അത് മറ്റേ നമ്മുടെ ചൈൽഡ് സീറ്റ് കൊണ്ട് അത് കൊളുത്തിയിടുന്ന. ഓക്കെ. ഇങ്ങനെയാ വരുന്നത് അല്ലേ? ഫുൾ സീറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഇത്ര സ്പേസേ ഉള്ളൂ ഇവിടെ കിട്ടത്തുള്ളൂ. ബോക്സ് റിമൂവ് ചെയ്യാം. ഓക്കെ. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് മാക്സിമം ഒരു മാക്സിമം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാത്രം പൊക്കും. അതെ, അതൊരു ഇതാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫുൾ ടെയിൽ ഗേറ്റ് അല്ലാതെ ഗ്ലാസ് മാത്രമായിട്ട് റിയർ സീറ്റ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് ബുക്കുവാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്തിടാം. അത്യാവശ്യം അകത്തേക്ക് ഇടാനായിട്ട്. ഓക്കെ. വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ വണ്ടി EV ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. EV ആണോന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് വെഹിക്കിൾ താനും. അത് ശരി. ക്ലാസിഫൈ ചെയ്യുന്ന അത് അതിന് ബാറ്ററി ഉള്ളതുകൊണ്ട്, പവറിലും കൂടുതലുള്ള ബാറ്ററി ഉള്ളതുകൊണ്ട് EV ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ശരി.
ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. അപ്പം ലൂക്ക, താങ്ക് യു വെരി മച്ച് ഇത്രയും ഇൻഫർമേഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്തതിന്. അതുപോലെ താങ്ക് യു വെരി മച്ച് ഷാജി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് പല നിരവധി ഓഫ് റോഡുകൾ ചെയ്യാനുള്ളതാണ്. ഇനി അടുത്ത ഓഫ് റോഡ് നമ്മുടെ രണ്ടുപേരുടെ വണ്ടി എടുക്കണ്ടേ? ഷാജേട്ടൻ ഇത്രയും നാളും പറഞ്ഞോണ്ടിരുന്നത് എന്റെ വണ്ടി അടുത്ത വർഷം വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എപ്പോഴും ഇതാ പറഞ്ഞോണ്ടിരുന്നത്. ഇവിടെ വേറെ ചില മഹാന്മാരൊക്കെ ഉണ്ട് ഇതുപോലെ പുതിയ വണ്ടി മേടിച്ചിട്ട് ഈ ഓഫ് റോഡ് ട്രാക്ക് അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പ് കൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ചാടി എന്റെ വണ്ടിയെ കയറിയിരിക്കും. അങ്ങനത്തെ ഒന്ന് രണ്ട് മഹാന്മാർ. കാരണം ഈ ബ്രാഞ്ചസ് വേറെ ചുള്ളി ഓടിക്കാൻ പോകുന്നവരുണ്ട്, ഫ്രണ്ടിൽ കൂടെ ഇത് കമ്പടിച്ച് പോകുന്നവരുണ്ട്. രണ്ടുപേര് ഇരുന്നിട്ട് ഈ ഇങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കമ്പ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് കളഞ്ഞ് പോകുന്ന ചിലരൊക്കെ ഉണ്ട്. ഏതൊക്കെയാലും അതിനുള്ള ഇടയൊന്നും വരാതെ ചുമ്മാ പുല്ല് പോലെ അങ്ങ് പൊക്കോണം. ഇപ്പം എന്താ പറഞ്ഞാല് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കി നോക്കും. 100,000. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. ഞങ്ങളങ്ങനെ വലിയ വണ്ടി റിവ്യൂ ആൾക്കാരൊന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.